ഹായ് ഓൾ, വെൽക്കം ടു ഇമ്പൾസ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ABHA അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു വാട്സാപ്പിൽ നിർദ്ദേശം വന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് ഇത് കണ്ടിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ. സോ ഫാർമസിസ്റ്റുകളുടെ ABHA നമ്പർ നാഷണൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്റ്ററുമായി ലിങ്ക് ചെയ്യണമെന്ന് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ട് 45 ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ABHA അക്കൗണ്ട്, അതെങ്ങനെയാണ് ഈ ഫാർമ ഡിജിയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സിമ്പിൾ സ്റ്റെപ്സുകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്താണ്, അല്ലെങ്കിൽ ABHA നമ്പർ അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കണം. സോ ഇതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റലൈസ്ഡ് ഹെൽത്ത് കെയർ റെക്കോർഡ് സിസ്റ്റം ഇൻ ഇന്ത്യ ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. സോ നമുക്കിത് ഒരുപാട് ഭാവിയിൽ ഉപയോഗം വരും. അതിന്റെ ഉപയോഗങ്ങളും കാരണങ്ങളും ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. സോ നമുക്ക് എന്തൊക്കെയാണ് മേജർ സ്റ്റെപ്സ് എന്ന് ആദ്യം അറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോർട്ടലിലേക്ക് പോവുക. ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഐഡന്റിറ്റി വെരിഫൈ ചെയ്യുക, OTP നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം ഡീറ്റെയിൽസ് അടിക്കുക, പേര്, ജെൻഡർ, അങ്ങനെ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുക്കുക. ചിലപ്പോൾ അത് ഓട്ടോ പോപ്പുലേറ്റ് ആവും. ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളതാണ്. പിന്നെ ABHA നമ്പർ കിട്ടും എന്നുള്ളതാണ്. ഇത്രയുമാണ് സിമ്പിൾ പ്രൊസീജിയർ. ഇതാണ് ABHA നമ്പർ ചെയ്യേണ്ട രീതി. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഫാർമ ഡിജിയിൽ, അതായത് നമ്മൾ എങ്ങനെയാണ് ABHA അക്കൗണ്ടിനെ ഫാർമ ഡിജിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഫാർമ ഡിജി പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ഓൾറെഡി നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് ഫാർമ ഡിജിയിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ABHA ഓപ്ഷനിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിലവിൽ അതില്ല എന്നുള്ളതാണ്. അത് സ്റ്റെപ്പ് ഞാൻ ഫൈനലി പറയുമ്പോൾ പറഞ്ഞുതരാം. നിലവിൽ ആ ഒരു സ്റ്റെപ്പ് ഓൺ പ്രോസസ്സിംഗ് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ ഫാർമസി കൗൺസിലിന്റെ ഈ ഫാർമ ഡിജിന്റെ മേലെ തന്നെ കാണിക്കുന്നുണ്ട്. നിലവിൽ ലിങ്ക് ചെയ്യാനുള്ളത് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഒരു വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. സോ യു വിൽ ബി നോട്ടിഫൈഡ് ഷോർട്ട്ലി കേട്ടോ. സോ ABHA നമ്പർ കൊടുക്കുക, കൺസെന്റ് കൊടുത്ത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. സോ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ABHA നമ്പർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു ഇന്ത്യയുടെ ഒരു ഡിജിറ്റൽ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റം ആണ് എന്നുള്ളതാണ്. സോ നമുക്ക് അക്രോസ് ദ കൺട്രി നമുക്കൊരു നമ്പർ കിട്ടുകയും ആ നമ്പർ വെച്ച് നമുക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടാവും. ഇപ്പൊ നാളെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അതാത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലാണ് നമ്മൾ ഫാർമസിസ്റ്റുകളെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് രജിസ്ട്രേഷൻ കാണിക്കാൻ, ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്താ കേരള രജിസ്ട്രേഷൻ ഉണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ രജിസ്ട്രേഷൻ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഈ ABHA നമ്പറൊക്കെ മതിയാകും. അതൊക്കെ ഫ്യൂച്ചറിലെ കാര്യമാണ്. മേ ബി അങ്ങനെയൊക്കെ ഉണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. സോ ഇത് നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതായിരിക്കും നിങ്ങൾ കാണുന്ന വെബ്സൈറ്റ്. സോ തൊട്ട് താഴെ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ABHയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ വീടിന് തൊട്ട് താഴെ PDF അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ PDFിൽ തന്നെ നിങ്ങൾക്ക് ലിങ്കും കാണാൻ പറ്റും. ഇത് ഫോണിലും ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഫോണിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്ലിച്ചൊക്കെ വരാം, ബഗ് വരാം. സോ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ അല്ലാതെ പോയി ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമുക്കിവിടെ ക്രിയേറ്റ് ABHA നമ്പർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാൻ സാധിക്കും. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ABHA നമ്പർ വിത്ത് ആധാർ ആണോ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ. സോ ആധാർ ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും ആധാർ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ആധാറിൽ കുത്ത്, കോമ, അങ്ങനെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ശ്രദ്ധിക്കുക. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആധാർ സെന്ററിൽ പോയിട്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. കാര്യം 2 ആഴ്ച വരെ എടുക്കും ഈ പേരിലൊക്കെ ചേഞ്ചുകളും മാറ്റങ്ങളും വരുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആധാർ സെന്ററിൽ പോയിട്ട് അതിനുള്ള മാറ്റങ്ങളും വരുത്താം. നമുക്ക് റീവാലിഡേറ്റ് ചെയ്യാം കേട്ടോ. അതായത് വൺസ് യു എൻറ്റർഡ് ഓൾ ദ ഡീറ്റെയിൽസ്, അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഓതന്റിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും അതിൻ്റെ ഓപ്ഷൻ അകത്തുണ്ട്. പക്ഷെ എന്നാലും ചെയ്യുമ്പോൾ ആദ്യമേ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയും. അതിനുശേഷം നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടതെന്ന് നോക്കാം. സോ ആധാർ ആണെങ്കിൽ നിങ്ങൾ ആധാർ നമ്പർ അടിക്കുക, അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യുക, താഴെ കാണുന്ന ക്യാപ്ച അടിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ആധാറിൽ ചെയ്യുന്നത്. സോ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ മൊബൈൽ നമ്പർ അടിക്കുക, വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, അതിനുശേഷം മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. സോ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. സോ ഡ്രൈവിംഗ് ലൈസൻസ് എളുപ്പമാണ്. മൊബൈൽ ഒതന്റിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ ഇൻഫോർമേഷൻ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ആവുകയും അത് ഫർദർലി പ്രോസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആധാർ ആയിരിക്കും
ഇച്ചിരി ബെറ്റർ എന്ന് ഞാൻ പറയും. സോ ആധാർ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആധാർ നമ്പർ അടിച്ച് കൺസെന്റ് കൊടുത്തതിന് ശേഷം നമുക്കൊരു OTP വരും കേട്ടോ. നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ആധാറുമായിട്ട് ജനറേറ്റ് ചെയ്തതിലേക്ക് ഒരു OTP വരും. ആ OTP അടിക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ അടിച്ചിട്ട് മൊബൈൽ നമ്പർ ഓതന്റിക്കേറ്റ് ഒന്നും കൂടെ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിനുശേഷം വരുന്ന ഫർദർ കാര്യങ്ങളാണ് നമ്മൾ കൺസെന്റ് എടുക്കുക, ആധാർ ഓതന്റിക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക, ABHA അഡ്രസ് ക്രിയേഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി പൊയ്ക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എളുപ്പമുള്ള കാര്യമാണ്. ചില ഇൻഫർമേഷൻസ് ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യാറുണ്ട്, ബാക്കിയുള്ള നമ്മൾ മാനുവലി അടിക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ച് സേവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ അതിനുശേഷം നമുക്ക് ലാസ്റ്റ് പ്രൊഫൈലിനകത്തേക്ക് കയറും. പ്രൊഫൈലിനകത്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരു ID കാർഡ് പോലെ കിട്ടും, ഒരു QR കോഡ്, നമ്മുടെ പേര്, നമ്മുടെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നമുക്കൊരു ഡാഷ്ബോർഡ് തന്നെ കാണാൻ പറ്റും. നിങ്ങളുടെ സൈഡ് നോക്കുവാണെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ, സെറ്റ് പാസ്വേഡ്, KYC വെരിഫിക്കേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു, ഇപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിലും ഒന്നും കൂടെ KYC വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അത് മാത്രമല്ല അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ്. ഡാഷ്ബോർഡിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ID കിട്ടും, ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളൊരു ID നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. സോ അതിനുശേഷം നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു ക്രിയേഷൻ സമയത്ത് നമ്മൾ ചിലപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ആക്കണമെന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. സോ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് OTP വെരിഫിക്കേഷൻ വഴി മൊബൈൽ നമ്പർ വഴി ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ABHAയുടെ നമ്മുടെ ലോഗിൻ ഒന്നും കൂടെ ചെയ്യുക. കാര്യം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. സോ പുതിയ പാസ്വേഡ് വെച്ചിട്ട് ഒന്നും കൂടെ അകത്തേക്ക് കയറുക. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ABHA ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സിമ്പിൾ രീതി. സോ നമുക്ക് ABHAക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഗൂഗിൾ പ്ലേയിലും ഉണ്ട്, ആപ്പ് സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഏത് ആപ്പാണോ നിങ്ങൾക്ക് പറ്റിയ ആപ്പ് വഴിയും ചെയ്യാം, ഇല്ലെങ്കിൽ PC വഴിയും ചെയ്യാം. സോ ഞാൻ പ്രിഫർ ചെയ്യുന്ന PC വഴി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ. സോ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന DigiFarm ലോഗിൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ DigiFarmന്റെ ലോഗിൻ ID ഞാൻ കൊടുത്തിട്ടുണ്ട്, digifarm.pconline.com എന്നാണ്. സോ ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം ഈ ഒരു ഇന്റർഫേസ്, ഈ ഫസ്റ്റ് ഡാഷ്ബോർഡ് ഇന്റർഫേസ് ഇവിടെ നല്ല വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ABHA വെരിഫിക്കേഷൻ ഇസ് കറന്റ്ലി നോട്ട് വർക്കിംഗ് ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്, ദ ഫംഗ്ഷനാലിറ്റി വിൽ റെസ്യൂം സൂൺ. സോ ഈ ABHA വെരിഫിക്കേഷൻ നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ABHA ചെയ്തതിന് ശേഷം നമ്മൾ ഈ DigiFarmുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആധാർ ബാങ്കുമായി എങ്ങനെയാണോ ലിങ്ക് ചെയ്യുന്നത് അതുപോലെയാണ് ഈ ഒരു പ്രോസസ്സും വരിക. സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് നമ്മുടെ ABHA അക്കൗണ്ട് ആണ്, ഇത് നമ്മുടെ DigiFarm അക്കൗണ്ട് ആണെങ്കിൽ ABHA നമ്പറും DigiFarമും കൂടെ നമ്മൾ ഒറ്റ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ABHAയിലേക്ക് നമ്മുടെ ഫാർമസി കൗൺസിലിന്റെ ഓൾ ഇൻഫർമേഷൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ലിങ്ക് ആവുന്നു എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, നമ്മൾ DigiFarmനകത്ത് പോയിട്ട് ഈ ഫാർമസിസ്റ്റ് എന്ന് കാണുന്ന ഓപ്ഷൻ അല്ലേ, ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഈ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ ഫോം ആണ് നിങ്ങൾ കാണുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കും കേട്ടോ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫാർമസി പ്രൊഫഷൻ വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ ഫാർമസി പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രൊഫഷൻ അത് കൊടുക്കാം, വർക്ക് ചെയ്യുന്നെങ്കിൽ വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങനെ ഏതാണോ ഉള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ സല്യൂട്ടേഷൻ, മിഡിൽ നെയിം, ഫസ്റ്റ് നെയിം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ബേസിക് കാര്യങ്ങൾ നമ്മൾ ABHAയിൽ കൊടുത്തതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആ ഒരു KYC എല്ലാം കൊടുക്കാം. KYC എല്ലാം കൊടുത്ത് അത് മാത്രം നമ്മുടെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ പാൻ കാർഡ് ഒക്കെ 30 KB സോ അതിന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. നമ്മുടെ അഡ്രസ്സും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ നിന്നൊരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അതായത് യൂസർ നെയിമും നമ്മുടെ പാസ്വേഡും കൂടെ നമുക്ക് കിട്ടുന്നുള്ളതാണ്. സോ ഈ രണ്ട് കാര്യം നമുക്ക് മെയിൽ വഴിയും വരും, നമുക്ക് അല്ലാതെ ഇവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കുകയും ചെയ്യും. സോ ഒന്നെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് വരുമല്ലോ, അത് നമ്മൾ നോക്കി വീണ്ടും റീലോഗിൻ ചെയ്യേണ്ടത് അത്യാവശ്യം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് കാണാൻ പറ്റും. ഇതായിരിക്കും നിങ്ങളുടെ ഡാഷ്ബോർഡ്. അതായത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അകത്ത് കയറും, നമ്മുടെ ഈ ഒരു ഡിജിക്ക് അകത്ത് കയറുമ്പോൾ കാണുന്ന ഡാഷ്ബോർഡാണ്. ഹോം, ഫാക്കൽറ്റി, ഫാർമസിസ്റ്റ്, സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു നമുക്ക് ഓൾറെഡി ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ലിങ്ക് ചെയ്യാൻ പറ്റില്ല. സോ അവർ പറയുന്ന രീതി അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്കിങ്ങനെ ലിങ്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു ഡാഷ്ബോർഡിന്റെ സൈഡിൽ തന്നെ ലിങ്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ABC നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ലിങ്ക് ആകുമെന്നാണ് അവർ പറയപ്പെടുന്നത്. നിലവിലത്തെ കണ്ടീഷനിൽ അതിപ്പോഴും നമുക്ക് അറിയില്ല, ടെക്നിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നു. സോ നിലവിലത്തെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ ഫർദർലി ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.